നോക്കാം. അതുപോലെ തന്നെ ശ്രദ്ധേയമായ ഒരു നഗരസഭയാണ് കട്ടപ്പന. ഇടുക്കിയിൽ UDF-ന് ആധിപത്യമുള്ള നഗരസഭ. കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന 34 വാർഡുകളിൽ 22-ലും UDF-ന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഇത്തവണ ഒരു വാർഡ് കൂടി ചേർത്തിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെ ഉണ്ടായ പൊട്ടിത്തെറികൾ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമോ എന്നാണ് UDF-ന്റെ ആശങ്ക. പക്ഷേ വിമതശല്യം അനുകൂലമാകും, UDF-ലെ വിമതശല്യം അനുകൂലമാകുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. ഇടുക്കിയിലുടനീളം അനുകൂല തരംഗം ഉണ്ടാകുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയും DCC പ്രസിഡന്റും പ്രതികരിക്കുന്നത്. വടക്കൻ ജില്ലയിൽ നല്ല മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം തുടരും. ബ്ലോക്ക് പഞ്ചായത്ത് 4-4 നിൽക്കുന്നത് 5 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് വരും. 82 ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ജയിക്കും. 2 മുനിസിപ്പാലിറ്റി ഉണ്ട്. 2 മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നല്ല മുന്നേറ്റം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടാവും. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കും. 8 ബ്ലോക്ക് പഞ്ചായത്തുകളും ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും. മുനിസിപ്പാലിറ്റികൾ 2 നിലവിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ 2 മുനിസിപ്പാലിറ്റികൾ തൊടുപുഴയും കട്ടപ്പനയും ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കും. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, സാധാരണ കട്ടപ്പന തിരിഞ്ഞു നോക്കേണ്ടി വരാറില്ല UDF-ന്, അത്ര വലിയ വിജയം നേടാറുണ്ട്. ഇത്തവണ ചിത്രം മാറുമോ? വിനീത, തങ്ങളുടെ പൊന്നാപുരം കോട്ട എന്നാണ് കട്ടപ്പന നഗരസഭയെ UDF വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണം പണ്ട് പഞ്ചായത്തായിരുന്നു. അന്ന് ഒരു തവണ മാത്രമാണ് LDF-ന് ഭരിക്കാനായത്. പിന്നീട് നഗരസഭയായ ശേഷം UDF-ന്റെ ഉറച്ച കോട്ടയായി കട്ടപ്പന നഗരസഭ മാറുകയും ചെയ്തു. അങ്ങോട്ട് LDF-ന് തിരിഞ്ഞു നോക്കാൻ പോലും ചുവട് ഉറപ്പിക്കാൻ പോലും ആയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ 34 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. 22 UDF ജയിക്കുകയും ഏതാണ്ട് 9 LDF-ഉം 2 BJP-യും ജയിച്ചു. പക്ഷേ ഒരിടത്ത് വിജയിച്ചത് UDF-ന്റെ വിമത സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ ഭീഷണിയാവുന്നതും വിമത സ്ഥാനാർത്ഥികൾ തന്നെയാണ്. 6 വിമത സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനെ വിറപ്പിച്ചുകൊണ്ട് മത്സരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വിമത സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട് നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഭരണം തുടരും എന്നൊരു വിലയിരുത്തലിലാണ് UDF ക്യാമ്പുള്ളത്. അതേസമയം LDF-ന്റെ കണ്ണ് വിമതന്മാർ പിടിക്കുന്ന വോട്ടിൽ തന്നെയാണ്. വിമത സ്ഥാനാർത്ഥികളും UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും പിടിക്കുന്ന വോട്ടുകൾ തുല്യമായി പങ്കുവയ്ക്കുമ്പോൾ അവിടെ LDF-ന് വേരോട്ടം ഉണ്ടാകുമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. ആദ്യമായി കട്ടപ്പന നഗരസഭ ഭരണം പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF-ഉം ഉള്ളത്. ഇതുവരെ 2 വാർഡുകളിൽ മാത്രമാണ് NDA-ക്ക് വിജയിക്കാനായത്. നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പും ഉള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രചാരണത്തിനെത്തിയ ഒരു നഗരസഭ കൂടിയാണ് കട്ടപ്പന. എന്താണെങ്കിലും ഇനി 2 ദിവസം മാത്രമാണ് ഉള്ളത്. അതിനുശേഷം വിധി കൃത്യമായി പുറത്തു വരും. അപ്പോഴറിയാം തർക്കങ്ങൾ വോട്ട് കുറച്ചിട്ടുണ്ടോ UDF-ന് എന്നറിയണം. അത് ആർക്ക് ഗുണം ചെയ്തെന്ന് കൂടി അറിയണം. രാഹുലാണ് കട്ടപ്പനയിലെ വിശേഷങ്ങൾ പങ്കുവച്ചത്.